സുരേഷ് ഗോപിക്ക് ഓരോ ദിവസവും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചടിയോട് തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് തിരിച്ചടി എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും. ഒരു സംശയം വേണ്ട, അദ്ദേഹം കേരളത്തിൽ താമര വിരിച്ചു ലോകസഭയിലേക്ക്, പാർലമെന്റിലേക്ക്. BJP സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നല്ല പ്രാധാന്യം അദ്ദേഹത്തിന് നൽകും എന്നല്ലേ വിചാരിക്കേണ്ടത് BJP. പക്ഷേ BJP അത്തരം ഒരു പ്രാധാന്യം അദ്ദേഹത്തിന് നൽകിയോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. അദ്ദേഹം മത്സരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് അദ്ദേഹവും ജനങ്ങളോട് പറഞ്ഞത്, BJP നേതാക്കളും ജനങ്ങളോട് പറഞ്ഞത്? ജയിച്ചാൽ ക്യാബിനറ്റ് മന്ത്രി, കേരളത്തിന്റെ വികസനം, തൃശ്ശൂരിന്റെ വികസനം ഉറപ്പ്, അതിന് നേതൃത്വം കൊടുക്കാൻ നമുക്കൊരു ക്യാബിനറ്റ് മന്ത്രിയെ കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി തൃശ്ശൂരിന്റെ മുഖച്ഛായ മാറും. ഇതാണ് അദ്ദേഹവും BJP നേതാക്കളും തൃശ്ശൂരിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ജയിച്ചതിന് ശേഷം എന്താണ് പറഞ്ഞത്? അദ്ദേഹം തൃശ്ശൂരിന്റെ മാത്രം മന്ത്രിയായിരിക്കില്ല, ക്യാബിനറ്റ് മന്ത്രിയായിരിക്കില്ല, അദ്ദേഹം കേരളത്തിന്റെ തന്നെ മന്ത്രിയായിരിക്കും എന്നാണ്. അങ്ങനെ ഒരു ക്യാബിനറ്റ് റാങ്ക് സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം മാത്രമാണ് കിട്ടിയത്. ഒന്നാമത്തെ തിരിച്ചടി. ആരാണ് അതിന് പിറകിൽ എന്നത് വലിയ ചർച്ച ഇപ്പോൾ BJP-ക്കകത്ത് നടക്കുന്നുണ്ട്. വലിയ ചർച്ച നടക്കുന്നു. കാരണം BJP-യുടെ സംസ്ഥാന നേതൃത്വമാണ് അദ്ദേഹത്തിന് പാരവെച്ചത് എന്നാണ് ദില്ലിയിൽ നിന്നുള്ള വാർത്തകൾ. കാരണം സംസ്ഥാന നേതൃത്വത്തെ അദ്ദേഹം തീരെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. കേന്ദ്ര നേതൃത്വത്തെയും അംഗീകരിക്കുന്നില്ല. രണ്ട് നേതാക്കളെ മാത്രമേ അദ്ദേഹം അനുസരിക്കുകയുള്ളൂ എന്ന് പരസ്യമായി തന്നെ സുരേഷ് ഗോപി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്ന്. സംസ്ഥാനത്തെ BJP നേതാക്കളെ അദ്ദേഹം തീരെ ഗൗനിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അതിൽ ഇരു ഗ്രൂപ്പുകളും, കേരളത്തിൽ ഇപ്പോൾ BJP-ക്കകത്ത് രണ്ട് ഗ്രൂപ്പുണ്ട്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ എതിർ ഗ്രൂപ്പും, PK കൃഷ്ണദാസ്, MT രമേശ് ഒക്കെയുള്ള എതിർ ഗ്രൂപ്പും. രണ്ട് ഗ്രൂപ്പും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. സുരേഷ് ഗോപിയെ ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ എന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കിട്ടിയത് എന്നാണ് ഇപ്പോൾ വാർത്ത. കേന്ദ്ര ക്യാബിനറ്റ് നൽകാനാണ് മോദി തീരുമാനിച്ചതെന്നും അത്തരമൊരു ചർച്ചകൾ നടന്നിരുന്നുവെന്നും, എന്നാൽ സംസ്ഥാന നേതൃത്വം അതിന് പൂർണ്ണമായും എതിർനിന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് സഹമന്ത്രിയിലേക്ക് അദ്ദേഹം ഒതുങ്ങിയത് എന്ന് കേൾക്കുന്നു. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമെങ്കിലും ലഭിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചാണ്. അത്രമാത്രം ഹൈപ്പാണ് അദ്ദേഹത്തിന് തൃശ്ശൂരും കേരളത്തിലും ഒക്കെ കൊടുത്തത്. മാധ്യമങ്ങൾ എല്ലാ ദിവസവും സുരേഷ് ഗോപിയുടെ ഓരോ അവതാരങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കിട്ടിയത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം പോലും കിട്ടിയില്ല, വെറും ഒരു സഹമന്ത്രി സ്ഥാനം. ഇനിയിപ്പോൾ വകുപ്പുകൾ നോക്കൂ, അപ്പോഴാണ് രണ്ടാമത്തെ തിരിച്ചടി. കേന്ദ്ര മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാരാണ് കേരളത്തിൽ നിന്ന് ഉള്ളത്. ഒന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യൻ. ജോർജ് കുര്യൻ മണ്ണും ചാരി നിന്ന് പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അദ്ദേഹം ദില്ലിയിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ പോയതാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കുന്നത്. അദ്ദേഹം വി മുരളീധരൻ, കെ സുരേന്ദ്രൻ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവാണ്. കെ സുരേന്ദ്രന്റെയും വി മുരളീധരനൊപ്പമാണ് ജോർജ് കുര്യൻ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ജോർജ് കുര്യൻ മന്ത്രിയായത് എന്ന വാർത്തകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എത്രയോ കാലമായി BJP പ്രവർത്തകനായി നിൽക്കുന്നു. BJP-യുടെ ആരംഭഘട്ടം മുതൽ BJP-യോടൊപ്പമുള്ള ആളാണ്. അതോടൊപ്പം കേരളത്തിലെ ക്രൈസ്തവ സഭയുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കിട്ടിയത്. സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു പോകുന്ന ഒരു ലോക്സഭാ അംഗത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതല്ല ഒരു BJP നേതാവ് രാജ്യസഭാംഗമായി മന്ത്രിയാകുന്നതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുക കേരളത്തിൽ മത്സരിച്ച് ജയിച്ച് BJP-യുടെ അഭിമാനം ഉയർത്തി പാർലമെന്റിലേക്ക് പോയ സുരേഷ് ഗോപിക്ക് തന്നെയാണ് എന്നാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് കൊടുത്ത വകുപ്പ് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. പ്രധാനപ്പെട്ട വകുപ്പാണോ? പെട്രോളിയം, പ്രകൃതിവാതകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരാനിടയുള്ള വലിയ വിമർശനമുണ്ട്. പെട്രോളിന്റെ വില അടിക്കടി വർദ്ധിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഘട്ടത്തിൽ ഓരോ 20 പൈസയോ 10 പൈസയോ 1 പൈസയോ കൂടുമ്പോൾ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിക്കും, ജനങ്ങൾ ചോദിക്കും, എന്തേ ഇങ്ങനെ വർദ്ധിക്കുന്നു എന്ന്. അതിന് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാകും. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വേണ്ട. അദ്ദേഹത്തെ ജനങ്ങൾ വെറുക്കുന്ന കാലം വരും. അതിനുള്ള എല്ലാ വഴിയും BJP ഒരുക്കിയിട്ടുണ്ട്, BJP-യുടെ സംസ്ഥാന നേതൃത്വം ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതാണ് അദ്ദേഹത്തിന് പെട്രോളിയം വകുപ്പ് നൽകിയിരിക്കുന്നത്. ടൂറിസം വകുപ്പ് കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല വകുപ്പ് തന്നെയാണ്. ടൂറിസത്തിൽ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. അത് ചെയ്യുമോ എന്നത് നമുക്കറിയാം. പെട്രോളിയം വകുപ്പ് ഉണ്ടാക്കുന്ന ഡാമേജ് ടൂറിസം വകുപ്പിലൂടെ പരിഹരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഇനിയിപ്പോൾ ജോർജ് കുര്യൻ നൽകിയ വകുപ്പുകൾ നോക്കൂ. ജോർജ് കുര്യൻ നൽകിയിരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ഡയറി എന്ന് വെച്ചാൽ
ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വകുപ്പുകളാണ്, അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വകുപ്പുകളാണ്. ന്യൂനപക്ഷ ക്ഷേമം സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ വകുപ്പ് കിട്ടുമെന്ന് എല്ലാവരും കരുതിയതാണ്. അതോടൊപ്പം കിട്ടിയിരിക്കുന്നത് ഫിഷറീസ്, തീരദേശ മേഖലയിൽ കേരളം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജോർജ് കുര്യന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ ചില നീക്കങ്ങളും കളികളും ഒക്കെ നടത്തിയിരുന്നു തിരുവനന്തപുരം പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അതൊന്നും ജനങ്ങൾ അത്ര വിശ്വസിച്ചില്ല. ഇനിയിപ്പോൾ ജോർജ് കുര്യന്റെ കയ്യിൽ ഫിഷറീസ് ലഭിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നല്ല ഒരു ഇടപെടൽ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞാൽ തീരദേശ മേഖല ചിലപ്പോൾ BJP-യോടൊപ്പം നിൽക്കും എന്ന കാര്യം സംശയമേ വേണ്ട. അതുതന്നെയായിരിക്കണം ചിലപ്പോൾ ജോർജ് കുര്യനിലൂടെ BJP ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് മൃഗസംരക്ഷണവും ഡയറിയുമാണ്. കർഷകരെയും ക്ഷീരകർഷകരെയും ഏറെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു വിഭാഗമുണ്ട്, വലിയ വിഭാഗം ജനങ്ങളാണ്. ആ ജനങ്ങൾ BJP-യോടൊപ്പം നിർത്താൻ കഴിയും. എന്ന് വെച്ചാൽ ജനങ്ങളോട് ഇടപഴകാൻ കഴിയുന്ന, ജനങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന വകുപ്പുകൾ നൽകിയിരിക്കുന്നത് ജോർജ് കുര്യന്. സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് 2 അപ്രധാന വകുപ്പുകൾ. അതിൽ അപ്രധാനം എന്ന് പറയുന്നില്ല, ടൂറിസം പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. ഒരു നല്ല വകുപ്പും മറ്റു ഒരു അപ്രധാന വകുപ്പും. ആ വകുപ്പാകട്ടെ എപ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള വകുപ്പും. എന്ന് വെച്ചാൽ ജയിച്ചു പോയതിനു ശേഷം ഇന്നേ വരെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. ആദ്യം പറഞ്ഞു ക്യാബിനറ്റ്, പിന്നെ പറഞ്ഞു 10 വകുപ്പുകൾ തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പദവിയാണ്, പിന്നെ പറഞ്ഞു സ്വതന്ത്ര സ്വഭാവമുള്ള സഹമന്ത്രിയായിരിക്കും എന്ന്, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിരിക്കും എന്ന്. അതും ലഭിച്ചില്ല. അവസാനം സഹമന്ത്രി സ്ഥാനം മാത്രം ലഭിച്ചു. എന്നിട്ടോ കിട്ടിയ വകുപ്പുകളും അപ്രധാന വകുപ്പുകളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വകുപ്പുകളുമാണ് എന്നതാണ് വസ്തുത. ഏതായാലും സുരേഷ് ഗോപി എന്ന ഹൈപ്പ് ഓരോ ദിവസം കഴിയുന്തോറും മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ രോഷം, ആ പ്രതിഷേധം അദ്ദേഹത്തെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത്. മീഡിയ വൺ ചാനലുകാരെ കാണുമ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ അപമാനിച്ചവരല്ലേ എന്ന് വിളിച്ചു പറയുന്നത്. അങ്ങനെ ചില നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും ഈ നാടകീയ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ മുതൽ അദ്ദേഹം ദില്ലിയിലേക്ക് പോകുന്നത് എല്ലാം നാടകീയമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. സുരേഷ് ഗോപിയിൽ മോദിയും അമിത്ഷായും അർപ്പിച്ച വിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദില്ലിയിൽ നിന്ന് വരുന്ന വാർത്തകൾ.